വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് ലഭ്യമല്ലാത്ത എന്നാൽ ഇനി മുതൽ ലഭ്യമാകാൻ പോകുന്ന കുറെ സർവീസുകളെ പറ്റി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളുടെ വീട്ടിലുള്ള കുട്ടികൾ പല കഴിവുകളുള്ളവരാണ്. പണ്ടെല്ലാം നാം മനസ്സിലാക്കിയിരുന്നത് ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ബുദ്ധി മാത്രമേ ഉള്ളൂ എന്നാണ്. അതിനെയാണ് നാം IQ എന്ന് പറഞ്ഞിരുന്നത്. ഇന്റലിജന്റ് ക്വോഷ്യന്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ IQ കൂടുതലുള്ളവർ വലിയ ബുദ്ധിമാന്മാരാണ്. അതിന്റെ കണക്ക് പറയുന്നത് IQ 70 70. 70-ന് 100-നും ഇടക്കുണ്ടെങ്കിൽ അത്യാവശ്യം ബുദ്ധിയുള്ളവരാണ്. 70-ന് താഴെയാണെങ്കിൽ അല്പം എന്തോ ബുദ്ധിക്ക് പ്രശ്നമുണ്ട്. 100-ന് മേലെയാണെങ്കിൽ വലിയ ബുദ്ധിമാനായിരിക്കും എന്നാണ് പൊതുവെ പറയാറുള്ളത്. അങ്ങനെ വിചാരിച്ചിരുന്ന ഒരു കാലത്താണ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമുക്കുള്ളത്. പക്ഷെ ലോകം അവിടെ നിന്നും വളരെ മുന്നോട്ട് പോയി. 1960-കളിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി, ടോപ്പ് റേറ്റഡ് യൂണിവേഴ്സിറ്റി, അതിലെ ഒരു വലിയ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേര് ഹൊവാർഡ് ഗാർഡനർ എന്നാണ്. അദ്ദേഹം നമ്മളെ സ്കാനറൊക്കെ വന്നതിന് ശേഷം ബ്രെയിനെ പറ്റിയുള്ള പുതിയ പഠനങ്ങൾ ആരംഭിച്ചു. മുമ്പ് നമുക്ക് ബ്രെയിനെ പറ്റി ഡയറക്റ്റ് പഠിക്കാൻ പറ്റൂലായിരുന്നു. ആളുകളെ എങ്ങനെ നോക്കാം, ബിഹേവിയർ നോക്കാം. അങ്ങനെ ബിഹേവിയറിനെ, ആളുകളുടെ പെരുമാറ്റത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സൈക്കോളജി ഉണ്ടാവുന്നത്. ഒരിക്കലും നമുക്ക് ബ്രെയിൻ അല്ലെങ്കിൽ തലയോട്ടി തുറന്നു നോക്കി ഒരു കാര്യവും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ 70-കൾക്ക് ശേഷം ഈ MRI സ്കാൻ അടക്കമുള്ള, ഇപ്പൊ അത് വീണ്ടും സ്കാനറുകൾ ഡെവലപ്പ് ചെയ്ത് ബ്രെയിനിലെ ഓരോ ലൊക്കേഷൻസിലും എന്ത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സ്കാനറുകൾ ഇപ്പോൾ അവൈലബിൾ ആയി കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം ഈ MRI സ്കാനർക്ക് വരുന്ന ആദ്യ കാലഘട്ടത്തിൽ ബ്രെയിനിനെ പറ്റി പഠനം നടത്തിയിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം എഡ്യൂക്കേഷനിലായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യം. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ബ്രെയിനിനെ പറ്റി പഠിക്കുമ്പോൾ എഡ്യൂക്കേഷനിൽ അത്ര താല്പര്യം ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ ഹെൽത്തിലോ ഡിസീസിലോ ഒക്കെ ആയിരിക്കും അദ്ദേഹത്തിന്റെ താല്പര്യം. പക്ഷെ എഡ്യൂക്കേഷനിൽ താല്പര്യമുള്ള ഒരാൾ MRI സ്കാൻ ഉപയോഗിച്ച് ബ്രെയിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എഡ്യൂക്കേഷനിലേക്കുള്ള വലിയൊരു സംഭാവനയായിരിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ 60 വർഷം നീണ്ടുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ 85 വയസ്സായി. ഏകദേശം 60 വർഷം നീണ്ട റിസർച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം അദ്ദേഹം ധാരാളം റൈറ്റിംഗ്സിലൂടെ നമ്മളോട് പറയുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും പഠനങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഒരു അലമാരയിൽ നിറച്ചു വെക്കാനുണ്ടാവും, അത്രയധികം ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ IQ എന്ന് പറയുന്നത് മാത്രമല്ല ബുദ്ധി. IQ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൽ പ്രധാനമായിട്ടും വരുന്നത് 1 മാത്സിലുള്ള കഴിവാണ്, 2 ഭാഷയിലുള്ള കഴിവാണ്. ഇതിൽ 2ഉം കഴിവുള്ളവരെയാണ് നാം പൊതുവെ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ പറയാറുണ്ട്, എഴുത്തുകാരായിട്ടുള്ള ആളുകളൊക്കെ ഭയങ്കര ബുദ്ധിജീവിയാണ്, നോവലൊക്കെ എഴുതിയിട്ടുണ്ട്, കഥ എഴുതിയിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ ക്ലാസ്സിൽ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നതിലെ കുട്ടികളുണ്ട്, മാത്സിൽ നല്ല മാർക്ക് കിട്ടും, ടീച്ചറെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കും, നോട്ടൊക്കെ കൃത്യമായിട്ട് എഴുതും, ആരെ കൊണ്ടും ഒന്നും മോശം പറയിപ്പിക്കില്ല. മോശം എന്ന് പറഞ്ഞാൽ മോശം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, വികൃതി എന്നുള്ള അർത്ഥത്തിൽ ആരെ കൊണ്ടും യാതൊരു ശകാരവും ഒന്നും പറയിപ്പിക്കില്ല. ടീച്ചർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ള ചില കുട്ടികളുണ്ട്, അവര് മാത്സിൽ മുന്നിലായിരിക്കും, അവർക്കും വലിയ ബുദ്ധി ഉണ്ടെന്ന് നമ്മൾ പറയും. എന്നാൽ നമ്മള് നല്ലൊരു പെയിന്റിങ് തയ്യാറാക്കിയ, അപ്പൊ മൈക്കലാഞ്ചലോ എടുക്ക്, മൈക്കലാഞ്ചലോക്ക് വേറെയും ബുദ്ധി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് പറയാൻ ബുദ്ധിമുട്ടാണ്. പെയിന്റിങ് നടത്തുന്ന, നന്നായി പെയിന്റ് ചെയ്യുന്ന ഒരാൾക്ക് ബുദ്ധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ IQ ഉണ്ടാവില്ല. പക്ഷെ അയാൾക്കും ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയുടെ പേരാണ് വിഷ്വൽ ഇന്റലിജൻസ് എന്നാണ് ഈ ഹൊവാർഡ് ഗാർഡനർ പറഞ്ഞത്. അതൊരു ബുദ്ധിയാണ്. അപ്പൊ ആ 2 ബുദ്ധി മാത്രമല്ല ഉള്ളത്, 3ാമതൊരു ബുദ്ധിയും കൂടിയായി. ഇനി വേറെ ചില കുട്ടികളുണ്ട്, അവര് പെറ്റ്സിന്റെ പിന്നാലെ നടക്കുന്നതാണ്. ലവ് ബേർഡ്സിന് വാങ്ങിക്കൊടുക്കണം, പെറ്റ്സിന് വാങ്ങിക്കൊടുക്കണം, പൂച്ചയെ വളർത്തണം, പശുവിനെ വളർത്തണം എന്നൊക്കെ പറയാം. അതെല്ലാം പെറ്റ്സ് അല്ലെങ്കിലും ജീവികളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഏത് സമയവും ജീവികളുടെ പിന്നാലെ നടക്കും. പാരന്റ്സ് അധികം പ്രോത്സാഹിപ്പിക്കൂല, കാരണം അവർ വിചാരിക്കുന്നത് പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ സൂത്രമാണ് എന്നാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ജീവികളുടെ പിന്നാലെ നടക്കുന്നവർ ഭാവിയിൽ വലിയ നാച്ചുറൽ സയന്റിസ്റ്റുകളായി മാറും എന്നാണ് ഈ ഹൊവാർഡ് ഗാർഡനർ പറഞ്ഞത്. അതിന് അദ്ദേഹം കൊടുത്ത പേരാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. അപ്പൊ ബുദ്ധി 4ആയി. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി വേറെ ഒന്നുകൂടിയുണ്ട്, നമ്മളുടെ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾ. ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ബാക്ക് ബെഞ്ചിൽ കൊണ്ടുവന്ന് അവര് ഇരുത്തിയിരിക്കുകയാണ്, അല്ലാണ്ട് അവര് ബാക്കിൽ പോയിരുന്നൊന്നും ആവൂല. കാരണം അവര് ക്ലാസ്സിൽ അത്ര ശ്രദ്ധിക്കൂല, നോട്ട് കൃത്യമായിട്ട് എഴുതൂല, മാർക്ക് വളരെ കുറവായിരിക്കും, അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റൂല. ഇതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു സ്ഥലത്ത് വന്ന് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റ് ഇരുന്നിട്ട് അപ്പൊ തന്നെ ഇങ്ങനെ തുടങ്ങും, കസാരയിലൊക്കെ ഇട്ട് ഇരിക്കാൻ പറ്റില്ല.